നമ്മൾ തെരഞ്ഞെടുപ്പ് കൂടി നമുക്ക് പറയാതെ പോകാനാവില്ല. ഒരു കഴിഞ്ഞ 2 ടേമായി നിൽക്കുന്ന ഒരു സർക്കാർ അവർ 3ാം തുടർച്ച ഉണ്ടാവുമെന്ന് അവകാശപ്പെടുന്നു. തിരിച്ചു വരാൻ കഴിയുന്ന പ്രതീക്ഷയിൽ UDF നിൽക്കുന്നുണ്ട്. അങ്ങയുടെ ഒരു കോൺഫിഡൻ്റ് എന്ന് പറയുന്നത് അത് എന്താ വെച്ചാൽ ഈ പ്രാവശ്യം എന്തായാലും ഐക്യ ജനാധിപത്യ മുന്നണി വരും. ഇവിടെ അങ്ങനെ ആയിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി, പിന്നെ ഇടതുപക്ഷം, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇപ്പോഴീ 2 തവണ അവർ വന്നതിനെ എതിർക്കുന്നതിൽ കൂടുതലും ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷത്തിൽ സജീവമായി ഉണ്ടായിരുന്നവരുമാണല്ലോ. ഇപ്പോൾ സച്ചിദാനന്ദനെ പോലെയുള്ള ആളുകൾ. സച്ചിദാനന്ദൻ അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞിട്ടുള്ളത് 1987 ആദ്യത്തെ EMS മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഞാൻ മിഠായി വിതരണം ചെയ്തു, എൻ്റെ മന്ത്രിസഭ വന്നിരിക്കുന്നു എന്ന് കൂട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ പാർട്ടി നെഞ്ചോട് ചേർത്ത സച്ചിദാനന്ദൻ പറയുകയാണ് ഇനി 3ാം തവണ ഇവർ വരാൻ പാടില്ല എന്ന് പറയുന്നു. വന്നാൽ എന്താണെന്ന് വെച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നുള്ളതാണ് അവർ സതുദ്ദേശപരമായിട്ടാണ് പറഞ്ഞത്. അപ്പോഴേക്കും സോഷ്യൽ മീഡിയ വെട്ടുക്കിളികൾ അദ്ദേഹത്തെ എടുത്തിട്ട് കൈകാര്യം ചെയ്തു. അതേപോലെ തന്നെ സാറാ ജോസഫിനെ പോലെയുള്ളവർ, കാരശ്ശേരിയെ പോലെയുള്ളവർ, അതേപോലെ തന്നെ അമീത് ചേന്നമംഗലൂർ അടക്കമുള്ള ഒരു കാലത്ത് ഇടതുപക്ഷ സഹയാത്രികനായി നടന്നിരുന്ന ആൾ, ഇവരെല്ലാം ഒരേ സ്വരത്തിൽ ഒക്കെ പറയുന്നു. ജി സുധാകരൻ പാർട്ടി തന്നെ വിടുന്നു. സുരേഷ് എന്ന് പറയുന്ന VSൻ്റെ കൂടെ നിഴൽ പോലെ നടന്ന ആൾ പാർട്ടി വിട്ടുവരുന്നു. PK ശശി മാറുന്നു. രക്തസാക്ഷി ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തും അശാന്തിയാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം പോലും തളിപ്പറമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അത് വേറെ. അപ്പോൾ മൊത്തത്തിൽ ആൻറ്റി ഇൻകുംബൻസി എന്നത് ഒരു ഭാഗത്തുണ്ട് എന്നതിന് പുറമേ ഒരു CPM വിരുദ്ധമായ വികാരം CPIയിൽ പോലും നിലനിൽക്കുന്ന ഒരു കാലത്താണ് തിരഞ്ഞെടുപ്പ് വരുന്നത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായും ആളുകൾ വീണ്ടും ഈ ഒരു ഗവൺമെൻറ്റിനെ അധികാരത്തിൽ ഏറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല പൊതുസമൂഹവും വിശ്വസിക്കുന്നില്ല. അതിൻ്റെ ഒരു മാറ്റം നമുക്ക് ഇതിലെല്ലാം കണ്ടിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 90 സീറ്റോളം ജില്ലാ പഞ്ചായത്ത് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 90 സീറ്റിലായി ജനാധിപത്യ മുന്നണി മുന്നിലാണ്. അതിനേക്കാൾ വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തുകയാണ് ഈ പിന്നീട് വന്നിട്ടുള്ള ഈ 1-2 മാസം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് VD സതീശൻ പറയുന്നത് 100-ലധികം സീറ്റ് കിട്ടും. ഇപ്പം ഇവിടെയാണെങ്കിൽ UDFിനകത്താണെങ്കിൽ ഇലക്ഷൻ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരുപാട് ആളുകളുണ്ട്, മറുവശത്തുമുണ്ട്. പക്ഷേ അവിടെ പ്രധാനമായും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണുള്ളത്. അദ്ദേഹത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അദ്ദേഹം അങ്ങുമായിട്ട് വ്യക്തിപരമായ ബന്ധം കൂടിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു മുഖ്യമന്ത്രി നിലയിൽ അല്ല, വ്യക്തിപരമായ ബന്ധമുണ്ട്. വ്യക്തിപരമായ ബന്ധവും രാഷ്ട്രീയവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഞാനത് അദ്ദേഹത്തിന് തന്നെ അറിയാം. എൻ്റെ രാഷ്ട്രീയം ഒരിക്കലും ഒരു കോംപ്രമൈസിങ് രാഷ്ട്രീയമായിരുന്നില്ല, ഒരിക്കലും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഞാൻ അദ്ദേഹത്തെ അതിശക്തമായി നിയമസഭയ്ക്കകത്തും പുറത്തും വിമർശിക്കാറുണ്ട്. അപ്പോൾ അവിടെയുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ ബിംബത്തെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ മുഴുവൻ രാഷ്ട്രീയമൊക്കെ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തെ പ്രകീർത്തിക്കുക, അദ്ദേഹത്തെ വാഴ്ത്തുക എന്നൊക്കെ പറയുന്നതിലേക്ക് അവരുടെ 2ാം നിരയും 3ാം നിരയും എന്തിന് യുവജന പ്രസ്ഥാനങ്ങൾ പോലും മാറിയിരിക്കുന്നൊരു സാഹചര്യത്തിൽ സത്യത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന തൊഴിലാളി വർഗ സർവാധിപത്യം വരണം എന്ന് പറയുന്ന ആശയം പതുക്കെ ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ഒരു ക്യാമ്പയിനർ പോലും അവർക്കില്ല. ഇപ്പുറത്ത് നമുക്കങ്ങനെയല്ല. ഒരുപാട് പേര് മാത്രമല്ല ഒരു ജനാധിപത്യമുണ്ട്. ജനാധിപത്യം ഉണ്ടാകുന്നിടത്താണല്ലോ തർക്കങ്ങളുണ്ടാവുക. അപ്പോൾ തർക്കങ്ങൾ നമ്മൾ വളരെ നെഗറ്റീവ്. കോൺഗ്രസ്സിൽ തർക്കമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ അടിപിടിയാണ്. അടിപിടി എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയാണല്ലോ.
എനിക്ക് നിങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ജനാധിപത്യം കോൺഗ്രസ്സിലുണ്ട് എന്നാണ്. അത് ഞാനതിനെ നെഗറ്റീവായിട്ടല്ല കാണുന്നത്. തർക്കങ്ങളെ പോസിറ്റീവായിട്ടാണ്. അപ്പോൾ അപ്പുറത്ത് അങ്ങനെ പറയാൻ പറ്റുമോ? പിണറായിക്കെതിരെ ആരെങ്കിലും ശബ്ദിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? അതുകൊണ്ട് നിങ്ങൾക്ക് അതിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഒരു യുവത്വത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. സത്യത്തിൽ അതിനകത്ത് മത്സരിക്കുന്ന ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ എടുത്തു നോക്കൂ. ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് CPM പോകുന്നതാണോ അങ്ങയുടെ ഒരു? CPM അകത്ത് പൊട്ടിത്തെറി സംഭവിച്ചു കഴിഞ്ഞല്ലോ. അതല്ല തെരഞ്ഞെടുപ്പിന് ശേഷം. തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിലും വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. കാരണം പലർക്കും പറയാൻ പറ്റാത്തത് ഇനി അവർക്ക് തുറന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയുന്നൊരവസ്ഥ വരുമെന്ന, അല്ലെങ്കിൽ ഒരു നവീകരണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബംഗാളിലുള്ളതുപോലെ ത്രിപുരയിലുള്ളതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിന്നെ തിരിച്ചുവരവിന് സാധ്യമല്ലാത്ത വിധമില്ലാതെ ഇപ്പോൾ ഞാനിതൊക്കെയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ CPM ഇവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സന്തുലിതാവസ്ഥയിൽ നിൽക്കുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ CPM ഉണ്ടാകണം, കോൺഗ്രസും ശക്തമായി ഉണ്ടാവണം. ഈ BJP ഇത്തവണ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. BJP കൂടുതൽ സീറ്റ് കിട്ടും എന്നൊക്കെ അവർ പറയും. ഇപ്പോൾ മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, നേമം തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെയാണ് അവർ വലിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എങ്ങനെയാണ് കാണുന്നത്? അതോടൊപ്പം തന്നെ മറ്റൊരു ഡീൽ ആരോപണം കൂടി ഇപ്പോൾ ഉയർത്തി വരുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. നമ്മൾ നോക്കേണ്ടത് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റിപ്പോയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, അവർ അത് ദേശീയ രാഷ്ട്രീയത്തിലും BJP രണ്ടംഗങ്ങളുള്ള സമയത്ത് അവർ നടത്തിയിട്ടുള്ള ഒരു കോംപ്രമൈസാണ് BJP ഇത്രയും വളരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത്. VP സിംഗിൻ്റെ ഗവൺമെൻറ് വന്ന സമയത്ത് അതിനെ ഒന്ന് BJP ആണ് ഒരു ഭാഗത്തെങ്കിൽ ഇപ്പുറത്ത് CPM ആണ്. അപ്പോൾ LK അദ്വാനിയുടെ പുസ്തകമുണ്ട്, മൈ ലൈഫ് മൈ കൺട്രി എന്ന് പറയുന്ന പുസ്തകത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളായ ജ്യോതി ബാസുവും EMSുമായി BJP നേതാക്കൾ നിരന്തരം പ്രാതൽ കഴിച്ച് ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കാറുണ്ടായിരുന്നു. ഗവർണറെ തീരുമാനിക്കുന്ന കാര്യത്തിൽ വരെ CPMൻ്റെ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാൻ BJP VP സിംഗ് ഗവൺമെൻറ്റിൽ നടത്തിയ സമ്മർദ്ദത്തെക്കുറിച്ച് അടക്കം പറയുന്നുണ്ട് അതിനകത്ത്. അങ്ങനെ ഇവിടെയും ചില താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി പ്രാദേശിക തെരഞ്ഞെടുപ്പിലടക്കം ഉണ്ടാക്കിയിട്ടുള്ള നീക്കുപോക്കുകൾ സുവ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് BJPയുടെ വളർച്ചയ്ക്ക് സഹായകമായി എന്നുള്ളത് ഞാൻ പറയുന്നത്. തിരുവനന്തപുരം കോൺഗ്രസ്സാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അല്ലല്ലോ. തിരുവനന്തപുരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരം തലസ്ഥാന നഗരിയാണ്. തലസ്ഥാന നഗരിയിലെ മുഴുവൻ മന്ത്രിമാരും താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. അവരുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഉള്ളത് സെക്രട്ടേറിയറ്റിനകത്താണ്. AKG സെൻറ്റർ നിലകൊള്ളുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഓരോ മന്ത്രിമാരുടെയും സ്റ്റാഫുകളുടെ എണ്ണം വരെ നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു BJP കോർപ്പറേഷൻ വരുന്നതിൽ അത് കോൺഗ്രസ് കാരണമാണ് എന്ന് പറഞ്ഞ് തടി തപ്പാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എളുപ്പത്തിൽ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ അവിടെ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അത്ര ദുർബലമാണെന്ന് അവർ സമ്മതിക്കണ്ടേ? ഞങ്ങൾ ദുർബലമാണ്, കോൺഗ്രസ്സാണ് ശക്തി. ആ കോൺഗ്രസ് BJP അധികാരത്തിലേറ്റി എന്ന് പറയുമ്പം അവിടെ ഇത്രയും കാലം ഭരിച്ച് ഒരു കോർപ്പറേഷൻ, മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച ഒരു കോർപ്പറേഷൻ, മാർക്സിസ്റ്റ് പാർട്ടി 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം, അതിലെല്ലാ മന്ത്രിമാരുടെയും താവളമുള്ള സ്ഥലം, ആ സ്ഥലത്ത് ഞങ്ങളൊന്നുമല്ല എന്ന് അവർ പറയുന്നത് തന്നെ ഒരു കുറ്റസമ്മതമല്ലേ? ഇതിൻ്റെ മറുവശം ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അത് കാര്യമായിട്ട് ആരും ആരോപിക്കുന്നത് കണ്ടില്ല. ഈ ജമാഅത്ത് ഇസ്ലാമിയും UDFും തമ്മിലുള്ള സഖ്യമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ജമാഅത്ത് ഇസ്ലാമിയെ മാറ്റി നിർത്താത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനം CPMൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ കാലവും ഉണ്ടാവാറുണ്ട്.
അങ്ങനെ ശരിക്കും ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ ഒരു പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പറയുന്നതും ഈ പറയുന്ന രണ്ട് വർഗീയതയും മാറ്റി നിർത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയല്ലേ എന്ന് കാണേണ്ടത്? അതല്ല ഞാൻ പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടന ആണ് വെൽഫെയർ പാർട്ടി. അപ്പോൾ വെൽഫെയർ പാർട്ടി ആരെങ്കിലും പിന്തുണയ്ക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് അതിൽ കയറി ഇടപെടാൻ പറ്റുക? അവർ നമ്മുടെ മുന്നണിയിലില്ലല്ലോ. മുന്നണിയിലില്ലാത്തൊരു പ്രസ്ഥാനം അവരുടെ ആസ്ഥാന മന്ദിരത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ പിന്തുണ ഐക്യജനാധിപത്യ മുന്നണിക്കാണ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ പിന്തുണ ഇടതുപക്ഷ മുന്നണിക്കാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുപോലെ തന്നെയല്ലേ അത്? പോളിംഗ് ബൂത്തിനകത്ത് നമ്മൾ ഒരു കാവൽക്കാരനെ നിർത്തിയിട്ട് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടോ എന്നാൽ കൈ പിടിച്ചു വെക്കണം എന്ന് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. കാരണം ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സമ്മതിദായകരാണ്. അപ്പോൾ സമ്മതിദായകന്മാരോടാണ് പൊതുവിലാണ് വോട്ട് അഭ്യർത്ഥിക്കാറുള്ളത്. അതിലെല്ലാവരും പെടും ആ മണ്ഡലം. സ്വയം എടുക്കുന്ന തീരുമാനമായിട്ടാണ് അല്ല, സ്വയം അങ്ങനെ ഒരു കൂടെ ഇരുന്നുകൊണ്ട് ഒരു തീരുമാനം എടുത്തെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി കൂടെ ഇരുന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇവർ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് തദ്ദേശ സ്വയംഭരങ്ങളിൽ പോസ്റ്റർ പോലും ഇറക്കിയിട്ടുണ്ട് ഇടതുപക്ഷം. അപ്പം അവരത്, ഞാനെപ്പോഴും പറയും, ഒരു സെലക്റ്റീവ് അമ്നീഷ്യ അവർക്കുണ്ട്. അതായത് ചില കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് വിസ്മരിക്കുക, അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക. അപ്പോൾ ഗീബൽസിൻ്റെ ഒരു തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗീബൽസ് എപ്പോഴും പറയും, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ അതിന് മറുപടി പറയരുത്. മറുപടി പറഞ്ഞാൽ ആ മറുപടിയോടുകൂടി ആ ചോദ്യം വളരെ പ്രസക്തമായി മുഖ്യധാരയിൽ എപ്പോഴും ഉണ്ടാവും. അതിന് പകരം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ശരിക്കും ഇനി അവർ ചെയ്യുന്നത് അത് ആ ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അവർ നമ്മളോട് ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ പഴയത് നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ അതിന് മറുപടി പറയില്ല. ഇനി ഞാൻ പറയുന്നത്, ഞങ്ങൾ മറുപടി പറയേണ്ടവരും അവർ ചോദിക്കേണ്ടവരും മാത്രമായി കഴിയണ്ട. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയണം. നിങ്ങൾ മതരാഷ്ട്രവാദികൾ എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് പല തെരഞ്ഞെടുപ്പിലും കൂടെ നിർത്തി? എന്തുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ അവരുമായി ചേർന്ന് പഞ്ചായത്തുകൾ ഭരിച്ചു? അതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കി. കഴിഞ്ഞ ദിവസം PMS എല്ലാം ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി സമസ്തയൊക്കെ പോലെ ഒരു റിലീജിയസ് ഓർഗനൈസേഷനാണ് എന്ന് പറയും. അങ്ങേക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ജമാഅത്ത് ഇസ്ലാമി റിലീജിയസ് ഓർഗനൈസേഷനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സമസ്തയുമായി ഒന്നും അതിന് താരതമ്യം ചെയ്യാൻ പറ്റില്ല. സമസ്ത എന്ന് പറയുന്നത് ഒരു മത കാര്യങ്ങൾ മാത്രം നോക്കുന്ന, അവർ രാഷ്ട്രീയത്തിലില്ലല്ലോ. അവരുടെ ഒരു പോഷക സംഘടന പോലും രാഷ്ട്രീയത്തിൽ ഇല്ല. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു വെൽഫെയർ പാർട്ടിയുണ്ട്, അവർ രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ ഒരു മതസംഘടന രാഷ്ട്രീയമായി മത്സരിക്കില്ലല്ലോ. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്. ഈ LDF സർക്കാർ അവരുടെ നേട്ടങ്ങളിൽ നേട്ടങ്ങളെന്ന് വെച്ചാൽ പ്രധാന കാര്യം ദേശീയപാത വികസനമാണ് പ്രധാനമായും പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുണ്ട്, അതുപോലെ സംസ്ഥാന സർക്കാർ അവരുടെ ഒരു വലിയ വിഹിതം അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം അതൊന്നുമല്ല. ഞാൻ അങ്ങ് ആദ്യം മന്ത്രിയായ സമയത്ത് എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന ഒരു പദ്ധതി വിഭാവനം ചെയ്തിരുന്നു. ഒരുപക്ഷെ അന്ന് എക്സ്പ്രസ് ഹൈവേ യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ, നമുക്കിന്ന് ദേശീയപാത വികസനത്തിൻ്റെ എത്രയോ മുമ്പ് തന്നെ അത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് കേരളം രണ്ടാകുന്നു, ആ പശുവിനെ കെട്ടാൻ രാമൻ എങ്ങനെ അപ്പുറത്തേക്ക് പോകും. അങ്ങനെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ചോദ്യങ്ങളൊക്കെ ലേഖനങ്ങളൊക്കെ ഉണ്ട്. ലേഖനം എഴുതിയത് ആരാന്നൊക്കെ അങ്ങേക്ക് ഓർമ്മയിലേക്ക് വരുന്നുണ്ടാവും. ആ പദ്ധതി ആ ഒരൊറ്റ എതിർപ്പ് കൊണ്ട് തന്നെയാണോ നമ്മൾ അവസാനിപ്പിച്ചത്, അതോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു ആ സമയത്ത് നമ്മുടെ കേരളം അതിന് മെച്യൂർ ആയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളൊരു 30 കൊല്ലം 40 കൊല്ലം അപ്പുറം ഉള്ള ഒരു വികസനത്തെയാണ് വിഭാവനം ചെയ്തത്. അപ്പോൾ അന്നത് ഉൾക്കൊള്ളാൻ
മാത്രം വലിപ്പം കേരളത്തിനുണ്ടായിരുന്നു. കേരളത്തിനല്ല, പൊതുസമൂഹത്തിന് അത് വേണമെന്ന് അപ്പോഴും ധാരണയുണ്ട്. പക്ഷേ ചില ആളുകൾക്കത് അവർക്ക് ദഹിക്കുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പാരിസ്ഥിതിക പ്രശ്നം പറഞ്ഞു. അതേപോലെ തന്നെ അവർ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള കേരളത്തെ രണ്ടായി പിളർത്തുമെന്നുള്ള ഒരാശയം കൊണ്ടുവന്നു. അത് ജനങ്ങളിൽ ഒരാശങ്കയുണ്ടാക്കി. അപ്പോൾ ജനങ്ങളെ ആദ്യം ഏത് പദ്ധതിയും നടപ്പിലാക്കുമ്പോൾ വിശ്വാസത്തിലെടുക്കേണ്ടത് ജനങ്ങളെയാണ്. പ്രത്യേകിച്ച് അത് കടന്നു പോകുന്ന ഭാഗങ്ങളിൽ പാർക്കുന്നവർക്ക് ആയിരിക്കണം അത് ആദ്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. അത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ പദ്ധതികൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. അപ്പോൾ വികസനം എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് ജനങ്ങളാണ് ആദ്യമായി തീരുമാനിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടേ അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് ജനങ്ങളുടെ ഒരു ആശയവിനിമയമോ ഒന്നും നടത്തിയിട്ട് ചെയ്തതല്ലല്ലോ. പക്ഷേ ഇപ്പോൾ എങ്ങനെ നിങ്ങൾ പശുവിന് അപ്പുറത്തേക്ക് കടക്കും? ഇതും ആക്സസ് കൺട്രോൾ റോഡാണ്. പക്ഷെ അന്നത്തിനേക്കാൾ അന്ന് ഞാൻ വിഭാവനം ചെയ്ത എക്സ്പ്രസ് വേയേക്കാൾ എത്രയോ ചെറിയൊരു പദ്ധതിയാണ്. മാത്രമല്ല ഇത് ഇനി വരുന്ന 2 വർഷം കൊണ്ട് ഇത് സാച്ചുറേഷനിലെത്തി ഈ റോഡിന് സമാന്തരമായിട്ടുള്ള വേറെ റോഡ് വേണ്ടി വരും. ഇപ്പോൾ തന്നെ പ്രശ്നമാണ്. ഇപ്പോൾ ടോളിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം വണ്ടിയിൽ നിന്ന് തിരക്ക്. കുറച്ച് കഴിഞ്ഞാൽ ട്രക്ക് ഇതിനകത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകാൻ. മാത്രമല്ല നിങ്ങൾക്ക് അതിലെ പോകുന്ന ഒരു സ്ത്രീകൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഒരു റെസ്റ്റ് റൂമിൽ പോകണമെങ്കിൽ അവരെങ്ങനെ പോകും? അപ്പോൾ ഞാൻ വിഭാവനം ചെയ്തത് 12 വരി പാത എന്ന് പറയുന്നത് മറ്റൊരു അലൈൻമെൻറ്റാണ്. അപ്പോൾ ദേശീയപാത നിങ്ങൾക്ക് ടോൾ അല്ലാത്ത റോഡായിട്ട് നിലനിൽക്കും. ടോൾ റോഡിൽ പോകേണ്ടവർക്ക് മാത്രമേ ടോൾ റോഡിൽ പോകേണ്ടതുള്ളൂ. ഈ 12 വരി എന്ന് പറയുമ്പോൾ 6 വരി അപ്പുറം 6 വരി ഇപ്പുറം ട്രക്കുകൾക്ക് വേണ്ടി പ്രത്യേക റൂട്ടും എല്ലാ സ്ഥലത്തും ഈ ഓക്സ് ഹമ്പ് എന്ന് പറയുന്ന പോലെയുള്ള പിന്നെ സ്ഥലം ആ റോഡിൽ തന്നെ ഉണ്ടാവുകയും അതിൽ പെട്രോൾ പമ്പും റെസ്റ്റ് റെസ്റ്റോറൻറ്റ്സും ഒക്കെ വെച്ചുകൊണ്ടുള്ള വിദേശ രാജ്യത്തുള്ള അതേ രീതിയിലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ആ പോകുന്നതിൽ ഏകദേശം 10 കിലോമീറ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റെസ്റ്റ് റൂമുകളിൽ കയറാം. വേണമെങ്കിൽ ഒന്ന് വിശ്രമിക്കാം, ഒന്ന് റിലാക്സ് ചെയ്യാം, പിന്നെ അത് കഴിഞ്ഞിട്ട് പോകാം. അതാണ് ശരിക്കും. അതേപോലെ 2 വീലേഴ്സിന് ഇതിൽ നിന്ന് മാറ്റി അവർക്ക് വേറെ തന്നെ ഒരു ട്രാക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് കൂടും. ഇതൊക്കെയായിരുന്നു നമ്മളന്ന് വിഭാവനം ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ തീരെ ഒരു പ്ലാനിങ് ഇല്ല. മാത്രമല്ല ഇവിടെ എംബാങ്ക്മെൻ്റ് എന്ന് പറയുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എംബാങ്ക്മെൻ്റ് എന്ന് പറയുന്നത് വലിയ ഒരു മരുഭൂമി പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ 6 മാസം മഴ പെയ്യുന്ന സ്ഥലത്ത് എന്താണ് അതിന് സംഭവിക്കാൻ പോകുന്നത്? ഇതിൽ വന്നിട്ടുള്ള മണ്ണുകൾ ലൂസാവുന്ന സമയത്ത് ഈ കരിങ്കല്ല് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വൻ മതിലുകൾ മുഴുവൻ റോഡിലേക്ക് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ശരിക്കും നമ്മൾ പിന്നെ വയാഡക്റ്റുകളാണ് ഇതിൽ വലിയ നഷ്ടമായി എന്ന് തന്നെയാണല്ലേ ആ പദ്ധതി ഇല്ലാതായത്. അത് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇപ്പോഴും പ്രസക്തമാണ്. ആ എക്സ്പ്രസ് വേ എന്നുള്ള പേരിട്ടു എന്നുള്ളതാണ് ഞാൻ ചെയ്തു പോയ തെറ്റ്. അതിന് പകരം നോർത്ത് സൗത്ത് ബൈപ്പാസ് എന്നാണ് കിട്ടിയിരുന്നെങ്കിൽ ആളുകൾക്ക് യാഥാർത്ഥ്യമായേനെ. നമുക്കത് അവസാനിപ്പിക്കാറായെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടി ഇപ്പോൾ കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ടായത് വലിയ വിവാദവും പുകിലൊക്കെ ആയി. ഇത്തവണ നമുക്ക് എത്ര മന്ത്രിമാർ അല്ലെങ്കിൽ കൂടുതൽ മന്ത്രിമാരെ വേണമെന്ന് ആവശ്യപ്പെടുമോ? അങ്ങനെ അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആലോചിക്കുന്ന തീരുമാനമല്ലേ അത് പാർട്ടി പിന്നെ മുന്നണിയൊക്കെ ഇരുന്ന് ആലോചിച്ച് പിന്നെ അതൊരു ബാലൻസ്ഡായുള്ള തീരുമാനമായിരിക്കണം എന്നുള്ളതാണ്. ബാലൻസായ ഒരു ആർക്കും ദോഷമില്ലാത്ത രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക്. ഒരു ഉപമുഖ്യമന്ത്രി പദമൊക്കെ സ്വാഭാവികമായി ലീഗിന് അല്ല, നമ്മൾ അർഹിക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആ ലക്ഷ്യത്തോടു കൂടിയല്ല നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആദ്യം നമ്മൾ 100 സീറ്റ്സ് വിജയിക്കുക. അത് കഴിഞ്ഞാലോചിക്കേണ്ട കാര്യങ്ങളാണ് മറ്റതൊക്കെ. ഒരു മുഖ്യമന്ത്രി ഇപ്പം പല പേരുകൾ കോൺഗ്രസിനകത്ത് പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അങ്ങയുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു പേരും നമുക്ക് പറയാം, അവർക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇനി പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ പാർലമെന്ററി പ്രവർത്തനത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങയുടെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സജീവമായിട്ട് പിന്നെ പാർട്ടിയിലുണ്ടാവും.
പാർട്ടിയുടെ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കും, പൊതുയോഗങ്ങൾ പങ്കെടുക്കും. അവർ എവിടെയൊക്കെ ക്ഷണിക്കുന്നു അവിടെയെല്ലാം പോകും. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പിന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കുറഞ്ഞ സമയമുള്ളൂ, എവിടെയൊക്കെ പോകാൻ പറ്റും പരമാവധി പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ഞാൻ വടകരയായിരുന്നു. വടകര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വിളിക്കുന്ന സ്ഥലത്ത് പരമാവധി ഞാൻ പോകുന്നുണ്ട്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.